KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റും അതേപോലെ KSEB സബ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റും ഇപ്പോൾ നിലവിലുണ്ട്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിനുണ്ട്, ലെക്ചർ ഇൻ പോളിടെക്നിക്കിനുണ്ട്. ഇത്തരം റാങ്ക് ലിസ്റ്റുകൾ നിലവിലുള്ള സമയത്ത് വീണ്ടും ഇതേ എക്സാംസുകൾക്ക് വേണ്ടി പഠിക്കുന്നത് ബുദ്ധിയാണോ, അല്ലെങ്കിൽ ഈ എക്സാംസുകൾ ഇനി എപ്പം വരും എന്നുള്ള സംശയമുള്ള ഒരുപാട് പേരുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരുപാട് ഡ്യൂറേഷൻ ഒന്നും ഉണ്ടാവില്ല. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ബെനിഫിഷ്യൽ ആവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ചെയ്യാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനുള്ളിൽ ഇലക്ട്രിക്കലുള്ള ഒരുവിധ എല്ലാ എക്സാംസുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ചറപറ എന്ന് പറഞ്ഞ രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാംസുകളൊക്കെ നടന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ പ്രാവശ്യത്തെ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മുടെ എൻട്രിയിലൊക്കെ ഉള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഈ ജോലികളിൽ പ്രവേശിച്ച് കഴിഞ്ഞ ആളുകളുണ്ട്. ഇനിയും ഒരുപാട് പേര് എന്ത് ചെയ്യാനുണ്ട്, റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാത്തിരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത്, അതായത് ഇത് കഴിഞ്ഞ ഈ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയ ആളുകളും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ എക്സാംസുകൾ PSC എക്സാംസുകളുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അത് സൈക്ലിക് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഏതൊരു എക്സാംസ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ചെറിയ ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും റിപ്പീറ്റ് വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട എക്സാംസ് എന്ന് പറയുന്നത് KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആണ്. 2014 ഇതിന് മുന്നേ ഒരു എക്സാം കണ്ടക്ട് ചെയ്തത്. 2014 ശേഷം പിന്നീട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2022 ഓക്കെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 8 വർഷത്തെ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ എക്സാംസുകൾക്കിടയിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഒരു ഗ്യാപ്പ് തന്നെയാണ് KSEBയുടെ സബ് എഞ്ചിനീയർ എക്സാമിൽ വന്നിട്ടുള്ളത്. അതായത് ഒരു 7 മുതൽ 8 വർഷം വരെയുള്ള ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസുകൾക്കിടയിൽ KSEBയുടെ കേസ് നോക്കുകയാണെങ്കിൽ വന്നിട്ടുണ്ട്. അതേ കാരണം കൊണ്ട് തന്നെ ഇനി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പക്ഷേ 2030 ആയിരിക്കും ഈ എക്സാം വരിക എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയുക, നമ്മൾ ഈ എക്സാമിനെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട പോലെയൊക്കെ സംസാരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കാര്യം ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, KSEBയെ കുറിച്ച് തന്നെ പറയാൻ കാരണം നമ്മൾ ഇലക്ട്രിക്കൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെയാണ് KSEBയെ കുറിച്ച് തന്നെ പറയുന്നത്. KSEBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പത്രവാർത്ത വന്നിട്ടുണ്ടായിരുന്നു. KSEBയിൽ ആവശ്യത്തിന് എംപ്ലോയീസ് നിലവിലില്ല എന്നുള്ളത്. KSEB ഒരിക്കലും അടച്ചുപൂട്ടാൻ സാധ്യതയില്ലാത്ത ഒരു പ്രസ്ഥാനമാണ്. നിങ്ങൾക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു ആവശ്യ സേവനമാണ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ KSEB എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ആവശ്യത്തിന് എംപ്ലോയീസിനെ നിർബന്ധമായിട്ടും പ്ലേസ് ചെയ്തേ മതിയാവുള്ളൂ. ചില സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുപാട് ആളുകളെ നിയമിക്കുന്നതിന് KSEBക്ക് തടസ്സമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അടുത്ത വർഷങ്ങളിൽ തന്നെ KSEBയുടെ എംപ്ലോയീസിനെ കൂടുതലായിട്ട് നിയമിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും വൈകാൻ സാധ്യതയില്ല അടുത്ത നോട്ടിഫിക്കേഷന്. ഇത് ഞാൻ ആധികാരികമായിട്ട് ഏതെങ്കിലും ഒരു രേഖയുടെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. നിങ്ങൾക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സെനാരിയോ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, KSEBയിൽ ആവശ്യത്തിന് എംപ്ലോയീസ് ഇല്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. സോ അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നടന്ന ചില എക്സാംസുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ തൊട്ടുടനെ തന്നെ എന്ത് ചെയ്തു, അവർ എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്തു. അതേപോലെ ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ അവർ എന്ത് ചെയ്തു, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇതേ ഒരു ട്രെൻഡ് ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇതിലൊരു ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത്, നിങ്ങളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതായത് നമ്മളൊരു KSEB പോലുള്ള ഒരു A ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, A ലെവലിൽ ഏതെല്ലാം എക്സാംസുകൾ വന്നു കഴിഞ്ഞാലും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് കുറേ സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ആദ്യം അതിൻ്റെ തിയറി പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് പോയിട്ടോ നമ്മളത് കണ്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കണം. ആ ക്ലാസ്സുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള നോട്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ അതിൻ്റെ പാരലായിട്ട് തന്നെ നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ സെഷൻസുകൾ പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ റിവിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഇതെല്ലാം കൂടി ചേരുന്ന സമയത്താണ് നമ്മളൊരാൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ആ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ എക്സാം വന്നാലും ആ നോട്ട് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് മാത്രമല്ല, ആ എക്സാമിൻ്റെ ടൈമിൽ കുറച്ച് മോക്ക് ടെസ്റ്റുകളും അതേപോലെ കുറച്ച് എക്സാംസുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നതോട് കൂടി തന്നെ
നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മറ്റാരെക്കാളും മുൻപന്തിയിൽ എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതൊരു എക്സാമിന് പോകുന്ന സമയത്തും നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന കോൺഫിഡൻസ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് നോട്ട്സ് എഴുതി പഠിച്ച് ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സ്പാർക്ക് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പാർക്ക് ബാച്ചിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നോക്കുക. എ ലെവലിൽ, അതായത് ഇപ്പം നടന്നു കഴിഞ്ഞിട്ടുള്ള എ ലെവൽ എക്സാമിൻ്റെ അതേ സിലബസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. എ ലെവൽ എക്സാംസിൽ നമ്മൾ ഈ മുഴുവൻ സിലബസും നമ്മൾ കവർ ചെയ്ത് തരും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏറ്റവും മികച്ച ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും മികച്ച AI പ്രോഗ്രസ് ട്രാക്കർ ഉൾപ്പെടെയുള്ള ഒരു കോഴ്സാണ് നമ്മൾ സ്പാർക്ക് ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏറ്റവും മികച്ച മെൻറ്റർഷിപ്പ്, 100 കണക്കിന് ആളുകളെ സർക്കാർ ജോലിയിലേക്ക് എത്തിച്ചിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരുടെ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ പാർട്ടായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിൻ്റെ ഈ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ സ്പാർക്ക് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എ ലെവൽ കോഴ്സസിനെ കുറിച്ച് നിങ്ങൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ എ ലെവൽ എക്സാം എപ്പം വരും എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ കാര്യം ഞാൻ ഈ 8 വർഷത്തെ ഈ ഒരു കാര്യം പറഞ്ഞതോടുകൂടി ഇതേപോലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ എക്സാംസിനെ കുറിച്ചൊക്കെ പ്രിപ്പറേഷനൊക്കെ വേണ്ടി പറഞ്ഞ സമയത്ത് പലരും പറഞ്ഞിട്ടുള്ളത്, ഇപ്പം നിങ്ങൾ KSRTC ഒക്കെ കണ്ടില്ലേ, അവിടെ ഉള്ളവർക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ല, സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് നെഗറ്റീവിൻ്റെ എന്താ പറയുക, നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ആളുകൾ, നിങ്ങൾ അത്തരം ആളുകളിൽ നിന്നുള്ള സമ്പർക്കം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ നെഗറ്റീവ് ന്യൂസസ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന അത്തരം ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ അത്തരം ആളുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് വരാനിരിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു സ്പാർക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇലക്ട്രിക്കൽ സിലബസ് എ ലെവലിൽ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഇത് നമ്മൾ ഈ KCB A മാത്രമല്ല, ഒരുപാട് എ ലെവൽ എക്സാംസുകൾ ഇനിയും വരാനുണ്ട്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം 2 വർഷം റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്, വരാനുള്ള സാധ്യതയുള്ള പോസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതേപോലെ വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് എക്സാം വരുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് എക്സാംസുകൾ വരുന്നുണ്ട്. ഇനി അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക്, അതായത് 2025 തന്നെ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് എ ലെവലിലുള്ള മറ്റ് എക്സാംസുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്, SSCയുടെ ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്, അങ്ങനെ പല പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്പാർക്ക് ബാച്ചിലൊക്കെ ഒരുപാട് ഓൾറെഡി ജോലിക്കൊക്കെ ചേർന്ന ആളുകൾ വരെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഏറ്റവും ഫ്യൂച്ചർ കണ്ടുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഏത് കാലത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നോട്ട്സും നിങ്ങളുടെ എന്താ പറയുക മെറ്റീരിയൽസും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ സ്പാർക്ക് ബാച്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എ ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു കോഴ്സ് തന്നെയാണ്. അത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്കും അതേപോലെ തന്നെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടും അറിയില്ല ഇനി എന്തെല്ലാം കാര്യങ്ങളാണ്, ഇനി ഏതെല്ലാം എക്സാംസുകളാണ് വരാനിരിക്കുന്നത്, അതെല്ലാം എങ്ങനെയെല്ലാം ക്രാക്ക് ചെയ്യണം എന്നുള്ളത്, അതെല്ലാം കൃത്യമായിട്ട് ഗൈഡൻസോടുകൂടി മെൻറ്റർഷിപ്പോടുകൂടി പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ബാച്ച് സ്പാർക്ക് ബാച്ച് എന്ന് പറയുന്നത്. സോ സ്പാർക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് ഏതൊരു PSC എക്സാമിനേഷനും വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പാണ് ഞാൻ ഇനി അവസാനമായിട്ട് പറയാൻ പോകുന്നത്. കൺസിസ്റ്റൻസി അഥവാ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് അതിനോടുള്ള ആ ഒരു ഡിറ്റർമിനേഷനും ആ ഒരു ഡെഡിക്കേഷനും നമ്മൾ എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് ദ ജേർണി നമ്മൾ കീപ്പ് ചെയ്യണം. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ സെറ്റാവും. ഒരു ഗസറ്റഡ് പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ, നല്ല വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർ എൻട്രിയോടൊപ്പം പഠിച്ചു തുടങ്ങുക. കൂടുതൽ വിവരങ്ങൾക്കും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിഷ് യു all the best.